SSC, RRB, PSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് പ്രയോജനകരമാകുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് പരിചയപ്പെടാം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജൂൺ 7-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സാണ്. നോർവേ ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ആർ പ്രജ്ഞാനന്ദ. നോർവേ ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം. ടൂർണമെൻറ്റിൽ ലോക 1-ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ 2 തവണ പരാജയപ്പെടുത്തി. അടുത്തിടെ അന്തരിച്ച AC ശ്രീഹരി ഏതു മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കവിതയും സാഹിത്യവും. അദ്ദേഹത്തിൻ്റെ കവിതകൾ കേരളത്തിലെ വിവിധ സർവകലാശാലകളുടെ പാഠ്യപദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യുവ കവിതാക്കൂട്ടം, കവിതയുടെ നൂറ്റാണ്ട് എന്നിവ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കൃതികളാണ്. നേട്ടങ്ങൾ: 2015 കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് PhD നേടിയ അദ്ദേഹം NN കക്കാട് അവാർഡ്, VT കുമാരൻ അവാർഡ്, വയലോപ്പള്ളി അവാർഡ് തുടങ്ങിയ പ്രമുഖ സാഹിത്യ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിക്കുന്ന 3-ാമത്തെ ഇന്ത്യൻ വനിതാ ഓഫീസർ ആരാണ്? മേജർ അഭിലാഷ ബാരക്. സമാധാന പരിപാലനത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടത്തിയ ശ്രമങ്ങൾ മുൻനിർത്തി UN ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്രസ് ആണ് ഈ പുരസ്കാരം സമ്മാനിച്ചത്. ഇന്ത്യ US ആർമി ടു ആർമി സ്റ്റാഫ് ടോക്സിൻ്റെ 29ാമത് പതിപ്പ് എവിടെ വെച്ചാണ് നടന്നത്? ഹവായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണവും സൗഹൃദവും കൂടുതൽ ശക്തമാക്കുക എന്നതായിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. മാംഗോ മാജിക് ഫെസ്റ്റിവലിൻ്റെ 2-ാം പതിപ്പ് ഏത് രാജ്യത്താണ് നടന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ മാമ്പഴങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സീറ്റിലിൽ വെച്ചാണ് ഈ ഉത്സവം നടന്നത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയ 19-കാരിയായ താരം ആരാണ്? മിറ ആൻഡ്രീവ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ പോളണ്ടിൻ്റെ മായ ഹലിൻസ്കയെ പരാജയപ്പെടുത്തി 19-കാരിയായ റഷ്യൻ താരം മിറ ആൻഡ്രീവ കിരീടം നേടി. മിറയുടെ കരിയറിലെ ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം നേട്ടമാണിത്. 2026 ജൂൺ 6-ന് അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര താരവും സംവിധായകനും ആരാണ്? സലിം കുമാർ. ദേശീയ പുരസ്കാരം: 2010 പുറത്തിറങ്ങിയ ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. സംസ്ഥാന പുരസ്കാരങ്ങൾ: 2005 പുറത്തിറങ്ങിയ അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിന് മികച്ച 2ാമത്തെ നടനുള്ള പുരസ്കാരം നേടി. 2010 ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള പുരസ്കാരം നേടി. 2017 അദ്ദേഹം സംവിധാനം ചെയ്ത കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന് മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും ലഭിച്ചു. ഇതുപോലുള്ള കറണ്ട് അഫയേഴ്സിനായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.